മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. ഭയങ്കര വൈറലായിട്ട് ഒരു പരാമർശമാണ് അച്ഛൻ ഇതിനൊക്കെ സപ്പോർട്ടാണെന്നുള്ള രീതിയിൽ. അച്ഛൻ ഇതൊക്കെ ഓക്കെയാണോ? മനസ്സിലായി ഇല്ല, നിനക്കിപ്പോഴും മുഴുവൻ മനസ്സിലായിട്ടില്ല. കാരണം എല്ലാ പിക്ചേഴ്സും അച്ഛൻ കാണുന്നില്ല. ഉള്ള കാര്യം പറയാം, അച്ഛന് കുഞ്ഞു എന്റെ ഈശ്വര എന്തൊക്കെയായി കേക്കണേ. അപ്പൊ എല്ലാ പിക്ചേഴ്സും കണ്ട അച്ഛൻ ഇഷ്ടപ്പെടൂല. ഇപ്പൊ സ്വന്തം മക്കളുടെ ബിക്കിനി ഉള്ള ഒരു ഫോട്ടോ ഒരു അച്ഛൻ കാണാൻ ആഗ്രഹിക്കില്ലല്ലോ ഒരിക്കലും. അയ്യോ സത്യമായിട്ടും ഉള്ളതാ. അപ്പൊ അറിയാം ഇതൊക്കെ അച്ഛൻ കണ്ടാലും പ്രശ്നമാണ്. അങ്ങനെയല്ല, ഇപ്പൊ അച്ഛന് കാണേണ്ട ഫോട്ടോയാണ് ഞാൻ പറയാറുണ്ട്. അച്ഛൻ ഇത് കാണേണ്ട ഫോട്ടോ അല്ല. തെറ്റ് ചെയ്യാത്തവരായി ആരാ ഗോപു ഉള്ളത്? പാരന്റ്സിന്റെ സപ്പോർട്ട് അപ്പൊ ഇല്ല. അച്ഛന്റെ അമ്മയുടെ സമ്മതം ഉണ്ട്, അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ കാര്യം കാണണ്ട. അത് വിശ്വസിക്കാനും വേണ്ടി മാത്രം മണ്ടനല്ലടാ ഞാൻ, മണ്ടനല്ല. കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നല്ലല്ലോ. 2 പീസ് എന്നുള്ളൊരു ഇതിൽ വരുമ്പോൾ അവർ കാണണ്ട എന്ന് നമ്മൾ ഞാൻ പറയുന്നതാണ്. അതൊക്കെ ആദ്യമേ ആലോചിക്കണമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പാരന്റ്സ് ആണ്. അത് സ്വാഭാവികമായിട്ടും വിഷമം വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പറഞ്ഞൊരു കാര്യം, ഒരു വിഷമം വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് വിഷമം വരും. അതും വയ്യാണ്ടിരിക്കുകയാണ്. എടാ ശ്രീധരൻ ഉണ്ണി, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. അപ്പൊ അവർക്ക് വിഷമം വരുന്ന അറിയാം. അപ്പൊ പാരന്റ്സ് പൂർണ്ണമായിട്ട് അതിന് സമ്മതമല്ല. നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ അവർ ഓക്കെ. ഞാൻ എന്റെ ജോലി കളഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഈ കഷ്ടപ്പാടിലേക്ക് വരുമ്പോൾ ഞാൻ നോക്കുന്നത് ഏണിംഗ് മണി. ഇപ്പൊ എന്തായി? ഇരുന്നങ്ങ് അനുഭവിച്ചോ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.